കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരുണ്ട്, കൗൺസിലർമാരുണ്ട്. അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, നഗരസഭകളുണ്ട്, കോർപ്പറേഷനുണ്ട്. ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുവാൻ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അവർ പേരിനെ അല്ല എതിർക്കുന്നത്, അവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വികസനത്തെ അട്ടിമറിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ടേമായി BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണമുന്നണി ഭരിക്കുന്നു. സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നടക്കുന്നു. ഇതിൽ വിറളി പൂണ്ടുകൊണ്ടുള്ള എം എൽ എ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നഗരസഭയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരികയാണ്. ഞങ്ങൾ ചാലഞ്ച് ചെയ്യുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇത്തരത്തിലൊരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവർ MLA പറയുന്നുണ്ട്, ഇവിടെ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളതിന് 100% സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിലൊരു നിയമവിരുദ്ധതയുമില്ല. ഈ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തന്നെ നിയമ പോരാട്ടം നടത്തിയാലും അതിൽ 1% പോലും നിയമവിരുദ്ധത ഇല്ല. ഞങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളോട് കോടതിയിൽ പോകാനാണ് പറയുന്നത്. കാരണം ഇതിനു മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 1-2 കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിലെ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി. ആ ഫയലുകൾ എവിടെയാണ് എന്നുള്ളത് ഇന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി. കാരണം കോടതി അതിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട്ടെ നഗരവികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനായി പോകുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഇവിടെ പല ആളുകളും പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊലവിളി പ്രസംഗം നടത്തി എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനെ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് MLAക്കെതിരെ കേസെടുക്കണം. കാരണം പോലീസ് ജീപ്പിൽ നിന്നാണ് പ്രതിയെ വലിച്ചിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരസ്യമായി പാലക്കാട്ടെ ഭിന്നശേഷി വിദ്യാർത്ഥികളോട്, ഭിന്നശേഷി സമൂഹത്തോട്, അവരുടെ കുടുംബക്കാരോട് MLA മാപ്പ് പറയാനായി തയ്യാറാവണം. അതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.